الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ നമ്മുടെ മുഴുവൻ പാപങ്ങളും തെറ്റുകളും അല്ലാഹുവിൻ്റെ അപാരമായ കരുണയാൽ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ വലിയ പ്രയാസത്തിലാണ്. ശത്രുക്കളുടെ അക്രമത്തിന് അവർ പാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്നുള്ള മോചനവും ഐശ്വര്യവും സമാധാനവും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതൃകാപരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശത്രുക്കളുടെ ശക്തിയെല്ലാം കൈകാര്യം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഒരു രൂപവുമുണ്ട്, യാഥാർത്ഥ്യവുമുണ്ട്. ഏതൊരു വസ്തു എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിന് രൂപമുണ്ടാകും, അതിനുള്ളിൽ അതിൻ്റെ യാഥാർത്ഥ്യവും ഉണ്ടാകും. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പഴങ്ങൾ അത് മധുരമുള്ളതാണ്. അത് നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മാധുര്യം ലഭിക്കുന്നു, ആരോഗ്യം ലഭിക്കുന്നു, നമ്മുടെ വിശപ്പ് അകന്നു പോകുന്നു. ഇങ്ങനെ പഴങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. എന്നാൽ ഒരാൾ പ്ലാസ്റ്റിക് കൊണ്ട് പഴമുണ്ടാക്കി. പഴങ്ങളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെതാണ്. അത് രൂപത്തിൽ കാണുന്ന സമയത്ത് അത് പഴം പോലെ തന്നെ ഉണ്ടാകും, പഴങ്ങളെ പോലെ ഉണ്ടാകും. പക്ഷെ അത് കഴിച്ചാൽ നമുക്ക് മധുരം ലഭിക്കില്ല, അത് കഴിക്കാൻ കഴിയൂല, അത് നമുക്ക് ആരോഗ്യം തരില്ല. അതൊരു യാഥാർത്ഥ്യമില്ലാത്ത വസ്തുവാണത്. ഒരു കുട്ടി ഒരു മൃഗത്തിൻ്റെ രൂപമുള്ള വസ്ത്രം കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമുണ്ടാക്കി. എന്നിട്ട് അതിനുള്ളിൽ ഒരുപാട് പുല്ലും അതുപോലെ തന്നെ സ്പോഞ്ചുകളൊക്കെ നിറച്ച്. നമുക്കറിയാം അതൊരു രൂപം മാത്രമാണ്, അത് യാഥാർത്ഥ്യമല്ല. അതിനുള്ളിൽ ഒരു യാഥാർത്ഥ്യവുമില്ല, അതൊരു രൂപം മാത്രമാണ്. ആ രൂപത്തിന് ആരെയും ഒന്നും ചെയ്യാൻ പറ്റൂല, അതാരെയും ഉപദ്രവിക്കൂല. അതുകൊണ്ട് ആർക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. അത് വെറും ഒരു രൂപമാണ്, അതിനുള്ളിൽ യാഥാർത്ഥ്യമില്ല. ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രൂപവുമുണ്ട്, യാഥാർത്ഥ്യവുമുണ്ട്. ഒരു വസ്തുവിന് രൂപം മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ യാഥാർത്ഥ്യമില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. എന്നാൽ യാഥാർത്ഥ്യം, അത് ശക്തമായി നിൽക്കുന്ന ഒരു സാധനം, അതെല്ലാത്തിനെയും എല്ലാ രൂപങ്ങളെയും മികയ്ക്കും. ഒരു വസ്തു അത് യാഥാർത്ഥ്യമുള്ളതാണ്. അത് ഈ രൂപത്തെ മറികടക്കാൻ അതിന് പെട്ടെന്ന് പറ്റും. ഈ കുട്ടി വിചാരിക്കുകയാണ് ഈ മുമ്പിലുള്ള ഈ സിംഹത്തിൻ്റെ പോലെ രൂപമുള്ള ആ വസ്തുവിനെ അടിച്ച് തകർക്കാമെന്ന്. കുട്ടിക്ക് സിമ്പിളായിട്ട് പറ്റും, കാരണം അതിന് ജീവനില്ല, യാഥാർത്ഥ്യമില്ല. അപ്പൊ യാഥാർത്ഥ്യമില്ലാത്ത വസ്തുക്കളെ, ഉള്ളിൽ ജീവനില്ലാത്ത വസ്തുക്കളെ ആർക്കും എന്തും ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് അതിനെ തകർക്കാൻ പറ്റും. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഒരു യാഥാർത്ഥ്യത്തോടു കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. സമ്പത്തിനൊരു യാഥാർത്ഥ്യമുണ്ട്, സമ്പത്തിന് എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എല്ലാവരും അത് കരസ്ഥമാക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്.
എനിക്കും സമ്പത്തുണ്ടെങ്കിലെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു അന്തർലീനമായ ഒരു കാര്യമാണ്. മനുഷ്യന്റെ പ്രകൃതിയാണ് സമ്പത്തിനെ സ്നേഹിക്കുക എന്നുള്ളത്. സന്താനങ്ങൾ ലഭിക്കുക എന്നുള്ളത് മനുഷ്യന്റെ അഭിമാനമാണ്. സന്താനങ്ങളോട് വാത്സല്യം കാണിക്കുക, സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ സന്താനങ്ങളെ പരിഗണിക്കുക, അവയെ കൂടുതൽ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി എല്ലാം ത്യജിക്കുക എന്നുള്ളതൊക്കെ മനുഷ്യന്റെ പ്രകൃതിയാണ്. കാരണം സമ്പത്ത്, സന്താനം എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമുള്ള വസ്തുക്കളാണ്, ഒരിക്കലും രൂപങ്ങൾ മാത്രമല്ല. ഇതുപോലെയാണ് ഇസ്ലാമിനും ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് വെറും ഒരു രൂപമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കൂടി ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദുനിയാവ് ഒരു പരീക്ഷണ വസ്തുവാണ്. ആ പരീക്ഷണത്തോടുകൂടി പോകുന്ന ജീവിതത്തിൽ മനുഷ്യൻ വിജയിക്കണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, മനുഷ്യൻ വിജയം നേടണമെങ്കിൽ അവന്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഉണ്ടാകണം. രൂപം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ആ രൂപം ഉണ്ടായാൽ, ആ രൂപം മാത്രമാണെങ്കിൽ നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ വെറും ഉള്ളിൽ പുല്ലും സ്പോഞ്ചും നിറഞ്ഞ മൃഗങ്ങളെ പോലെയാകും. അതിന് ഏത് കുട്ടിക്ക് വേണമെങ്കിലും അതിനടിച്ച് വീഴ്ത്തിയിടാൻ പറ്റും. ശരീരത്തിന് മധുരമോ പ്രത്യേകിച്ച് ആരോഗ്യമോ ഒന്നും നൽകാത്ത പ്ലാസ്റ്റിക്കിന്റെ ഫലങ്ങൾ പോലെയാകും യാഥാർത്ഥ്യം ഇല്ലാത്ത ഇസ്ലാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക. ഏതെങ്കിലും ചെറിയൊരു ഭാഗം സൂക്ഷിച്ചു, ദീനിന്റെ ഏതെങ്കിലും ചെറിയൊരു കാര്യം ഞാൻ നിർവഹിച്ചു എന്ന് ചിന്തിച്ച് തൃപ്തിപ്പെട്ട ഒരു ഭാഗത്തിരിക്കാതെ ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കണം. ഞാൻ 5 വക്ത് നമസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇസ്ലാമിന്റെ എല്ലാ ഗുണങ്ങളും എന്നിൽ പൂർണ്ണമായി എന്ന് ചിന്തിക്കാതെ, ഞാൻ നോമ്പ് പിടിക്കുന്ന ആളാണ്, റമദാൻ മാസം മുഴുവൻ ഞാൻ നോമ്പ് വെക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായ ഒരു മുസ്ലിമായി എന്ന് ചിന്തിക്കാതെ, ഞാൻ ഹജ്ജ് ചെയ്തവനാണ്, ഞാൻ ഉംറ ചെയ്തവനാണ്, അല്ലെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കുന്നവനാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തൃപ്തിപ്പെടാതെ ഇസ്ലാമിന്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിമിഷങ്ങളിലും അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം വിശുദ്ധ ഖുർആനിൽ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അങ്ങനെയുള്ള മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിൽ കൂടി. എന്നാൽ നമ്മളുടെയൊക്കെ ഇന്നത്തെ ഇസ്ലാമിന്റെ, ഈമാനിന്റെ ഒക്കെ അവസ്ഥ അത് വെറും ഒരു രൂപമായി മാത്രം അവശേഷിക്കുകയാണ്. നമ്മളൊക്കെ പേരിൽ മുസ്ലിമീങ്ങളാണ്, മുസ്ലിം നാമധാരികളാണ് നമ്മളൊക്കെ. പക്ഷേ നമ്മുടെ ഇസ്ലാം നമുക്കൊരു പ്രയോജനം ഉണ്ടാക്കുന്നില്ല. ഫജ്റിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത്, സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇസ്ലാം നമ്മളെ തട്ടി ഉണർത്തുന്നില്ല, നമുക്ക് എണീക്കാൻ പറ്റുന്നില്ല. ആ പുതപ്പ് മാറ്റാൻ നമ്മുടെ ഉള്ളിലുള്ള ഇസ്ലാമിന് കഴിയുന്നില്ല. രാത്രി ദീർഘനേരം നമ്മൾ പലപ്പോഴും ഹറാമ് കണ്ടിരിക്കുന്ന സമയത്ത് അത് ഓഫാക്കി വെച്ച് പെട്ടെന്ന് ഉറങ്ങി അള്ളാഹുവിന് എതിരായ പ്രവൃത്തികളിൽ നിന്നും, മോശത്തരങ്ങളിൽ നിന്നും, തെറ്റുകളിൽ നിന്നും മാറ്റി നിർത്താൻ നമ്മുടെ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം നമ്മളെ സമ്മതിക്കുന്നില്ല. അത്ര ശക്തിയായ ഇസ്ലാം നമ്മുടെ ഉള്ളിലില്ല. പ്രയാസം വരുന്ന സമയത്ത്, ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ക്ഷമിച്ച് അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം നമ്മളെ സമ്മതിക്കുന്നില്ല. അതിന്റെ യാഥാർത്ഥ്യം നമ്മളിലില്ല. നമ്മുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ അതാണ്. വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾ, വീട്ടിൽ നടക്കുന്ന പേക്കൂത്തുകൾ, അതിനെ തടുക്കാൻ നമ്മുടെ ഇസ്ലാം ശക്തിയില്ലാതായിപ്പോയി. നമ്മുടെ ഉള്ളിലുള്ള ഇസ്ലാം. ഒരു വീട്ടിലേക്ക് ഒരു പരിപാടി വരുമ്പം അതിൽ ഹറാമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ച് നടക്കും. നമ്മുടെ മക്കളുടെ പരിപാടിയായിരിക്കാം, കല്യാണമായിരിക്കാം, നമുക്കതിനെ എതിർക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ നമസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് വെക്കുന്ന ആളുകളാണ്, മുസ്ലിമീങ്ങളാണെന്ന് അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. പക്ഷെ അഭിമാനം മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ ഉള്ളൂ.
ഹറാമായ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ നടക്കുമ്പോൾ പോലും നമുക്കതിനെ തടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കളോട് പോലും നമുക്ക് എതിർത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് രൂപം മാത്രമായി അവശേഷിച്ചു. അതൊരു പ്ലാസ്റ്റിക് പഴം പോലെയാണ്, പുല്ലി നിറച്ചൊരു മൃഗത്തെ പോലെയാണ്. അത് സിംഹമാണെങ്കിലും ആനയാണെങ്കിലും അതിന് ആർക്കും ഒരു പേടി ഉണ്ടാവില്ല, അതിനെ ആർക്കും മറിച്ചിടാൻ പറ്റും. ഏത് ചെറിയ ഒരു കുട്ടി വന്നാൽ പോലും അതിനെ സിമ്പിളായിട്ട് മറിച്ചിടും, തകർത്ത് കളയും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകിയതും മുസ്ലിം ഉമ്മത്തിന്റെ യശസ് അല്ലാഹു തആല ഉയർത്തിയതുമെല്ലാം ഈമാനിന്റെ ശക്തി കൊണ്ടാണ്, ഈമാനിന്റെ പവർ കൊണ്ടാണ്. എന്നെല്ലാം മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ശക്തി തിരിച്ചറിഞ്ഞോ, പൂർണ്ണമായി മുസ്ലിമായി ജീവിക്കാൻ വേണ്ടി തയ്യാറായോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ഉയർത്തി. ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ വലിയൊരു സംഭവമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനിന്റെ പരിശ്രമവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉദയം ചെയ്തപ്പോൾ വെറും കുറഞ്ഞ ആളുകൾ മാത്രം, ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇസ്ലാം സ്വീകരിച്ചത് 2-3 ആളുകൾ മാത്രമാണ്. പിന്നെ അത് 7 ആളുകളായി. പിന്നീട് അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഭൗതികമായ ഒരു കാരണങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായ പ്രത്യേകിച്ച് ഉപകരണങ്ങളോ മുസ്ലിമീങ്ങളുടെ പക്കലില്ലായിരുന്നു. അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ട് അവർ ഉയർന്നു. പിന്നീട് 10-30 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, ലോകത്ത് തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളായ റോം, പേർഷ്യ, അവരെയെല്ലാം മുസ്ലിങ്ങൾ കീഴടക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ, അന്ന് റോമ ഭരിച്ചിരുന്ന രാജാവിന് കീഴിൽ പ്രയാസം അനുഭവിച്ച ജനങ്ങളായിരുന്നു റോമയിലെ സാധാരണ ജനങ്ങൾ. പേർഷ്യയിലെ ആളുകൾ അന്നത്തെ രാജാവിന്റെ കീഴിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അവരെയെല്ലാം മോചിപ്പിച്ച് ലോകത്തിന്റെ ഒരു വലിയ ഭാഗം മുസ്ലിങ്ങൾ കീഴടക്കുകയും അവിടെ സമാധാനവും സന്തോഷവും ഐശ്വര്യവും റാഹത്തും ബർക്കത്തും അവിടെ ഉണ്ടായിത്തീർന്നു. അന്നത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും സക്കാത്ത് സ്വീകരിക്കാനാകാതെ അവർ മടക്കി ഇസ്ലാമിന്റെ തലസ്ഥാന നഗരങ്ങളിലേക്ക് തിരിച്ചയച്ചതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതെല്ലാം അവർ നേടിയെടുത്തത് അവരുടെ ഈമാനിന്റെ ശക്തി കൊണ്ടായിരുന്നു. അവർക്ക് ഉള്ളിൽ ബോധ്യമുണ്ടായിരുന്നു, ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണ്. അല്ലാഹു തആല ഈ ഉമ്മത്തിന് യശസ് നൽകണമെങ്കിൽ, വിജയം നൽകണമെങ്കിൽ അത് ഈമാൻ കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ എന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായതുകൊണ്ടാണ് അവർ അപ്രകാരം ചെയ്തതും അവരുടെ അമലുകൾ, അവരുടെ പ്രവൃത്തികൾ ഏറ്റവും ഉന്നതമായി തീർന്നതും. എന്നാൽ ഇന്ന് നമുക്ക് സ്വത്വം നഷ്ടപ്പെട്ടു. നമ്മുടെ ഉള്ളിൽ ഇസ്ലാമിന് അതിനൊരു തീയില്ല, അത് കെട്ടണഞ്ഞു പോയി കിടക്കുകയാണ്. അതിന് ശക്തിയില്ല. അതിന് നമ്മളെ ഇബാദത്തുകൾ, ആരാധനകൾ ചെയ്യാൻ പോലും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത രീതിയിൽ അത് അശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഖുബൈബ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ചു. അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം വളരെ സാധാരണ ഒരവസ്ഥയിലായിരുന്നു ആ തൂക്കുമരത്തിന്റെ മുന്നിൽ പോലും ഉണ്ടായിരുന്നത്. ആളുകൾക്കൊക്കെ അത്ഭുതമായി, കാരണം മരണപ്പെടാൻ പോകുന്ന വ്യക്തിയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അവരുടെ നേതാവ്, ആ ശത്രുക്കളുടെ നേതാവ് അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് താങ്കൾക്ക് പകരം ഈ മരത്തിന് മുന്നിൽ ഉള്ളതെങ്കിൽ, ഈ തൂക്കുമരത്തിന് മുന്നിലുള്ളതെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പൊ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല, എന്നിട്ടല്ലേ നിങ്ങളെ ഈ തൂക്കുമരത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യം. ഖുബൈബ് റളിയല്ലാഹു തആല അവരെ സന്തോഷിപ്പിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ അവിടുന്ന് മോചിപ്പിക്കുമായിരുന്നു അവർ. പക്ഷെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അത്രയും ബന്ധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവമൊക്കെ പ്രസക്തമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പല ആളുകൾ നമ്മൾ കണ്ടു മരണത്തിനോടുള്ള ഭയം കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിനെ നശിപ്പിക്കണം, ലോകത്തുനിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ വോട്ട് പിടിക്കാൻ നടക്കുന്ന ആൾക്കാർ, മുസ്ലിമീങ്ങളായ ആളുകൾ, അതിൽ പലരും ഹജ്ജ് ചെയ്ത ആളുകളാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും പലരെയും മനുഷ്യത്വം നഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കും. മരണഭയം മൂലം ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് യശസ്സും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ വെച്ചിട്ടുള്ളത്
ദീനനുസരിച്ചിട്ടുള്ള ജീവിതത്തിലാണ്. ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ബർക്കത്തും തരിക. നമ്മൾ ഒരിക്കലും മതസൗഹാർദ്ദത്തിന്റെ പേരിൽ നമ്മൾ വിശ്വാസത്തെ പണയം വെക്കാൻ പാടില്ല. ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരാളെ ഉപദ്രവിക്കാനല്ല ഇസ്ലാം പറയുന്നത്, എല്ലാവരെയും സ്നേഹിക്കാനും അടുപ്പിക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യില്ല. നമ്മൾ പലപ്പോഴും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇതൊന്നും ഇല്ലാതെ നിൽക്കുക, അതിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ അവരുടെ ആചാരങ്ങളിൽ, അവരുടെ അനുഷ്ഠാനങ്ങളിൽ അതിലൊക്കെ പങ്കെടുത്ത് നമ്മുടെ വിശ്വാസത്തെ പണയം വെച്ച് എന്നിട്ട് നമ്മൾ മതസൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കീശയിൽ പൈസ ഇട്ടൊന്ന് കറങ്ങണം. അപ്പോൾ നമുക്ക് ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ ഒരുപാട് സഹോദരങ്ങൾ വലിയ പ്രയാസത്തിലാണ് ആരോഗ്യപരമായി. അവർക്ക് കഴിക്കാൻ ഭക്ഷണങ്ങളില്ല. ഇന്നലെ കൂടി ഒരു സംഭവം കേട്ടു. വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലാത്ത ആളുകൾ നമ്മുടെ അയൽപക്കത്തെ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. വലിയ പ്രയാസത്തിലാണ് അവർ. അവരെ നമ്മൾ സഹായിക്കുക, അതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. അവരെ അടുപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരോട് പുഞ്ചിരിക്കുക. അതിനു പകരം നമ്മുടെ വിശ്വാസത്തെയും അതുപോലെ തന്നെ നമ്മുടെ അനുഷ്ഠാനങ്ങളെയും വിവാദത്തിലേക്ക് പണയം വെച്ച് നമ്മൾ അവരുടെ കൂടെ മോശമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് നടന്ന് ഇങ്ങനെയല്ല നമ്മൾ മതസൗഹാർദ്ദം പ്രചരിപ്പിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. വിശ്വാസത്തിൽ ഉറച്ച ആളുകളും അതുപോലെ തന്നെ ഇടപാടുകളിലും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപഴകുന്നതിലും വളരെ മയമുള്ള ആളുകളായി മാറും. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അവർ വളരെ വിശ്വാസത്തിൽ ഉറപ്പുള്ള ആളുകളായിരുന്നു. പക്ഷെ പരസ്പരം സ്നേഹമുള്ള ആളുകളായിരുന്നു. എല്ലാവരോടും വിട്ടുവീഴ്ചയും കരുണയും കാണിക്കുന്ന ആളുകളായിരുന്നു. പലപ്പോഴും മസ്ജിദുകളിലേക്ക് മുശ്രിക്കീങ്ങളായ ആളുകൾ കടന്നു വരാറുണ്ടായിരുന്നു. പലരെയും ബന്ദികളാക്കി കൊണ്ടുവരുമായിരുന്നു. ആ സമയത്തൊക്കെ സഹാബാക്കൾ ഭക്ഷണം കഴിച്ചതിന്റെ രീതി ചരിത്രത്തിൽ വരുന്നുണ്ട്. സഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും ബന്ദികളായി കൊണ്ടുവന്ന ആളുകൾക്ക് പോലും ഉന്നതമായ ഭക്ഷണം നൽകി. എന്നിട്ട് ഇവർ സാധാരണ ഭക്ഷണമാണ് കഴിച്ചത്. ഇത് കണ്ടിട്ട് ശത്രുക്കൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളാണോ മുസ്ലിമീങ്ങൾ? നമുക്ക് ഈ ക്വാളിറ്റി എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ അവരുടെ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും പങ്കെടുത്ത് മതസൗഹാർദ്ദം വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിൽ, അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അതിലേക്ക് ഒരു പക്ഷി പ്രവേശിച്ചു. അതിങ്ങനെ പാറി നടക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വലിയ ചിന്തകൾ വരാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിക്കാൻ, എൻ്റെ തോട്ടം അത്ര സുന്ദരമായതുകൊണ്ടായിരിക്കുമല്ലോ അതിലേക്ക് കിളികളൊക്കെ വരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ ചിന്ത നഷ്ടപ്പെട്ടു പോയി. അപ്പൊ എന്താ നമസ്കാരം കഴിഞ്ഞിരുന്ന് ആലോചിക്കണം, എൻ്റെ നമസ്കാരത്തിന്റെ അള്ളാഹുമായിട്ടുള്ള ആ സംഭാഷണത്തിന്റെ സമയമാണല്ലോ നമസ്കാരം, അതിനെ പോലും തകർത്ത് കളയുന്ന ഈ തോട്ടം ഇതെന്തിനാണ് എനിക്ക്? അത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ തോട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് ജനങ്ങൾക്ക് സ്വതക്ക ചെയ്യുകയാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമാണ്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം യർമൂക്ക് യുദ്ധം നടക്കുന്നത്, റോമക്കാരുമായിട്ടുള്ള യുദ്ധമാണ് യർമൂക്ക് യുദ്ധം. യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത റോമൻ സൈന്യത്തിന്റെ എണ്ണം 2 ലക്ഷത്തിന് മുകളിലാണ്. എന്നാൽ മുസ്ലിം സൈന്യം 36,000 ആളുകളെ ഉള്ളായിരുന്നു. അതിൽ മുസ്ലിം സൈന്യമാണ് ജയിച്ചത്. അത് നമുക്ക് ഭൗതിക കാരണങ്ങൾ കൊണ്ട് ചിന്തിച്ചാൽ ഇതിനൊന്നും ഒരു പിടിയും കിട്ടൂല. ഇതെങ്ങനെ ജയിച്ചു? അള്ളാഹുവിലുള്ള യഥാർത്ഥമായ വിശ്വാസമാണ്. അന്ന് ആ മുസ്ലിം സൈന്യത്തോടൊപ്പം ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അവർ ക്രിസ്ത്യൻ സഹോദരൻ ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം സൈന്യാധിപനാണല്ലോ, അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇവർ ഭയങ്കര എണ്ണം ഉണ്ട്, 2 ലക്ഷത്തിന് പുറത്തുണ്ടല്ലോ റോമക്കാർ, നമ്മൾ എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്തിട്ട് ജയിക്കുക? അപ്പൊ അദ്ദേഹം അത് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ വിജയം കാണേണ്ടത് ഭൗതിക കാരണങ്ങൾ കൊണ്ടല്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം തമാശക്ക് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കുതിര അഷ്കർ എന്ന് പറയുന്ന കുതിര ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ കുതിരക്ക് അദ്ദേഹം സ്നേഹത്തോടു കൂടി ആ പേരാണ് വിളിച്ചത്. ആ കുതിരന്റെ കാലിന് സുഖമില്ലായിരുന്നു. എൻ്റെ ഈ കുതിരക്ക് കാലിന് സുഖമുണ്ടായിരുന്നെങ്കിൽ അവർ ഇനിയും എണ്ണം കൂടിയാൽ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു അദ്ദേഹം തമാശയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയ ഈമാൻ അവർക്ക് ഉണ്ടാകാനുള്ള കാരണം അവരുടെ ഉള്ളിലുള്ള ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ട ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉലമാക്കൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. സാധാരണ വയലുകളിലൊക്കെ വെക്കുന്ന ഒരു നോക്കുകുത്തി എന്ന് പറയുന്ന ഒരു സാധനം, അതിൻ്റെ ഉള്ളിൽ പുല്ലൊക്കെ നിറച്ചിട്ടുണ്ടാവും. കാണുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ പേടിയാവും.
അതെന്തിനാണ് വെക്കുന്നത് വെച്ചാൽ മൃഗങ്ങളെ അതുപോലെ തന്നെ പക്ഷികളൊക്കെ വരുന്ന സമയത്ത് അത് കാണുമ്പോൾ ചിലപ്പോൾ മനുഷ്യനാണെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് പോകും. ഇതിനാണ് നോക്കുകുത്തി വയലിൽ വെക്കുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള കാക്കയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളോ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിന്റെ മുകളിൽ വന്ന് ചില സമയത്ത് ഇരിക്കും. അതിന് പേടി നഷ്ടപ്പെടും. അങ്ങനെ പേടി നഷ്ടപ്പെട്ട് അതിനെ മറച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ മനസ്സിലാവും ഇതെന്താ, ഇത് ഒരു രൂപം മാത്രമായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇതൊന്നും ചെയ്യൂല എന്നവർ മനസ്സിലാക്കി പിന്നീട് ആ കൃഷിയുടെ മുഴുവൻ അത് നശിപ്പിക്കും. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ മഹാന്മാരായ സഹാബാക്കൾ ഉണ്ടാക്കി വെച്ച നമുക്ക് വലിയൊരു യശസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു പവറിൽ നമ്മൾ കുറേ കാലം സഞ്ചരിച്ചു. താർത്താരികളുടെ ആക്രമണത്തോടുകൂടി ലോക ജനതയ്ക്ക് മനസ്സിലായി മുസ്ലിങ്ങൾക്ക് വലിയ പവറൊന്നുമില്ല, അവർ അള്ളാഹുമായിട്ടൊരു ബന്ധവുമില്ല, അവരെ ആക്രമിച്ചാലും അവരെ നമ്മൾ ഉപദ്രവിച്ചാലും അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ബാക്കി എല്ലാവരും നോക്കുകുത്തികളായിട്ട് നിൽക്കുമെന്നൊക്കെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അതിനുശേഷം ഇങ്ങോട്ട് മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസമാണ്, ലോകത്ത് വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. സഹാബാക്കൾ അവർ ലോകത്തെ ഏറ്റവും നല്ല ആളുകളായി മാറിയത് അവർക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം കാരണത്താലാണ്. സഹാബാക്കൾ മദ്യത്തിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു. പക്ഷെ ഒരു ആയത്തിറങ്ങിയ ഒരൊറ്റ ദിവസം കൊണ്ട് അവർ മദ്യം മുഴുവൻ ഒഴിച്ചു കളഞ്ഞു. നമുക്ക് ശരിക്കും ഇതൊക്കെ പറ്റുമോ? നമ്മൾ ഖുർആനിൽ നിസ്കാരത്തെ കുറിച്ച് ഒരു ആയത്ത് കേട്ട് നമ്മൾ പിറ്റേ ദിവസം മുഴുവനും നമസ്കരിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നില്ല, നമ്മൾ കളവ് പറയാത്ത ആളുകളായി മാറുന്നില്ല, ഹറാമോ ഒഴിവാക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അത്തരം നല്ല വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ